നമസ്കാരം. ഓ ഓ ഓ കുജനം രമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 31. അകമ്പനനും ശ്രീരാമനും കൂടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആർക്കും ജയമില്ലെന്ന് കണ്ടപ്പോൾ രാവണൻ താൻ തന്നെ രാമനോട് യുദ്ധം ചെയ്ത് രാമനെ തോൽപ്പിക്കാമെന്ന് അകമ്പനോട് പറയുന്നു. അപ്പോൾ അകമ്പനൻ രാമൻ്റെ യുദ്ധസാമർഥ്യവും ഗുണഗണങ്ങളുമെല്ലാം വിശദമായി വിവരിച്ച് രാമനെ കേൾപ്പിക്കുന്നു. അദ്ദേഹം ഈ ലോകങ്ങളെ ഒരു നിമിഷം കൊണ്ട് സംഹരിക്കാനും വീണ്ടും സൃഷ്ടിക്കാനും പോന്നവനാണ്. അത്രമാത്രം ധൈര്യവും യുദ്ധസാമർഥ്യവും ഈശ്വരാധീനവും ഒക്കെയുള്ള ആളാണ് രാമൻ. അതുകൊണ്ട് അങ്ങേക്ക് രാമനെ ജയിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ എല്ലാമാണ്, ജീവനാണ്. ആ ഭാര്യയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ രാമൻ സഹിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നല്ലൊരു മാർഗമാണിപ്പോൾ ദശഗ്രീവൻ രാമനോട് പറഞ്ഞു കൊടുക്കുന്നത്. മഹായുദ്ധത്തിൽ രാവണവംശം മുഴുവൻ നശിക്കാൻ മതിയായ ഒരു കാര്യം ഇപ്പോൾ അകമ്പനാണ് ശ്രീരാമനോട് പറയുന്നത്. സീതയെ അപഹരിക്കുകയാണ് ഏറ്റവും ഉത്തമമായ മാർഗമെന്ന് പറയുന്നു. അപ്പോൾ ഞാനിപ്പോൾ തന്നെ വൈദേഹിയെ അപഹരിച്ച് ഈ നഗരത്തിലേക്ക് കൊണ്ടുവരുന്നതാണെന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ തേരിൽ രാവണൻ പുറപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം അങ്ങ് അകലെയുള്ള താടകേയ വാസസ്ഥാനത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ പോയി മാരീചനെ കണ്ടു. സീതയെ അപഹരിക്കണമെങ്കിൽ അതിന് തക്ക ഒരു മാർഗം സ്വീകരിക്കണമല്ലോ. അതിന് മാരീചൻ മാത്രമാണ് സമർത്ഥനായ ആളെന്ന് കണ്ട് രാവണൻ മാരീചൻ്റെ അടുക്കലേക്ക് പോകുന്നു. രാമൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട്. അപ്പോൾ മാരീചൻ അദ്ദേഹത്തെ ആസനാർഘ്യാദികൾ കൊണ്ട് സ്വീകരിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്. അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 38. കച്ചിത് സുകുശലം രാജം ലോകാനാം രക്ഷസാധിപ ആശങ്കേ നാഥി ജാനേ ത്വം യതസ്തുർണ ഉപാഗതഃ. അവിടെ ലോകർക്കെല്ലാം സുഖം തന്നെയല്ലേ? അങ്ങിങ്ങനെ പെട്ടെന്ന് എത്തിച്ചേർന്നത് എന്തുകൊണ്ടെന്നറിയാത്തതിനാൽ ഞാൻ ആശങ്കപ്പെടുന്നു. ശ്ലോകം 39. ഏവമുക്തോ മഹാതേജ മാരീചേന സ രാവണഃ തത പശ്ചാദിദം വാക്യം അബ്രവീത് വാക്യകോവിദഃ. മാരീചൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹാതേജസ്വിയും വാക്യവിശാരദനുമായ രാവണൻ ഇപ്രകാരം മറുപടി പറഞ്ഞു. ശ്ലോകം 40. ആരക്ഷോ മേ ഹതസ്താത രാമേണ ക്ലിഷ്ടകാരിണ ജനസ്ഥാനം അവധ്യം തത് സർവം യുധി നിപാതിതം. താത, ജനസ്ഥാനത്തെൻ്റെ രാജ്യം സംരക്ഷിക്കുന്നവരായ സൈന്യത്തെ മുഴുവൻ രാമൻ നിഷ്പ്രയാസം വധിച്ച്
അവധ്യമായി കരുതിയിരുന്ന ജനസ്ഥാനത്തെ നശിപ്പിച്ചിരിക്കുന്നു. ശ്ലോകം 41-42. തസ്യ മേ കുരു സാചിവ്യം തസ്യ ഭാര്യാപഹാരണേ രാക്ഷസേന്ദ്ര വചശ്രുത്വാ മാരീചോ വാക്യമബ്രവീദം ആഖ്യാതാകേന വാ സീതാ മിത്രരൂപേണ ശത്രുണ ത്വയാ രാക്ഷസശാർദൂല കോ ന നന്ദതി നന്ദിതഃ. 41-42 ശ്ലോകങ്ങളുടെ അർത്ഥം. അതിൽ അങ്ങനെ സഹായിക്കണം. അവൻ്റെ ഭാര്യയെ അപഹരിക്കുന്നതിന് രാക്ഷസേന്ദ്രൻ്റെ വാക്ക് കേട്ട് മാരീചൻ പറഞ്ഞു, രാക്ഷസ ശ്രേഷ്ഠ, മിത്രരൂപത്തിലുള്ള ഏതു ശത്രുവാണ് അങ്ങയോട് സീതയെപ്പറ്റി പറഞ്ഞു തന്നത്? ഭവാൻ സന്തുഷ്ടനാക്കിയ അങ്ങയെ നന്ദിപ്പിക്കാൻ ഉതകാത്ത വിധത്തിൽ സീതയെപ്പറ്റി പറഞ്ഞു തന്നത് ആരാണ്? ശ്ലോകം 43. സീതാമിഹാനയസ്വേതി കോ ബ്രവീതി ബ്രവീഹി മേ രക്ഷോ ലോകസ്യ സർവസ്യ കശൃംഗം ഛേതുമിച്ഛതി. സീതയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്നാരാണ് അങ്ങയെ ഉപദേശിച്ചതെന്ന് എന്നോട് പറഞ്ഞാലും രാക്ഷസ ലോകത്തിന് മുഴുവൻ മകുടമായ രാജാവായി സംരക്ഷിക്കുന്ന അങ്ങയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതാരാണ്? ശ്ലോകം 44. പ്രോത്സാഹയതി യച്ഛത്വാം സജ ശത്രുരസംശയം ആശീ വിഷമുഖാദംഷ്ട്രാം ഊർദ്ധതും ചേച്ഛതി ത്വയാ. ഈ ഉദ്യമത്തിലേക്ക് അങ്ങയെ പറഞ്ഞിളക്കി വിട്ടത് ആരായാലും അങ്ങയുടെ ശത്രുവാണവൻ തീർച്ച. അങ്ങയെക്കൊണ്ട് പാമ്പിൻ്റെ വായിൽ നിന്ന് വിഷപ്പല്ല് പറപ്പിക്കാനാണ് അവൻ ഇച്ഛിക്കുന്നത്. 44 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.